വീണ്ടും എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു വലിയ അനുഭവമാണ്. 7-ലും 8-ലും പഠിക്കുകയാണല്ലോ. അപ്പം ഞാൻ ഏറ്റവും മൂത്ത മകനായതുകൊണ്ട് ചാച്ചൻ എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരികയാണെങ്കിൽ നീ ഇന്ന് പോയിട്ട് അവിടെ വൈകുന്നേരം ചെല്ലണം, അവർക്കെല്ലാം കൂലി കൊടുക്കണം എന്നൊക്കെ പറയും. അപ്പം ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ഉടനെ അന്ന് വൈകുന്നേരം പോകാൻ നോക്കുന്നില്ല, അല്ലെങ്കിൽ പഠിത്തമില്ലാത്ത ദിവസങ്ങളിൽ, ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലായിരിക്കും പോകാൻ പറയുക. ശനിയാഴ്ച രാവിലെ 9 മണി 10 മണിക്ക് ബസ് വരും. അന്നത്തെ കാലത്ത് AC മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു ബസ് ഈ റൂട്ടിൽ ഓടുന്നുണ്ടായിരുന്നു. അത് കുറച്ച് കാലം കണ്ടേ ഓടിയുള്ളൂ, റോഡ് ടാർ ചെയ്തിട്ടില്ല. ആ പ്രദേശം വരെ പോകും. അത് പിന്നീട് ഏതോ കാലത്ത് നിന്ന് പോയി. പിന്നീട് ആ റൂട്ടിൽ ബസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ കാലത്ത് ബസ് ഓടുന്നുണ്ടായിരുന്നു, AC മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഞാനതിൽ കയറി ഈ പറഞ്ഞ തൊണ്ടി വീണ കൊണ്ടോ അല്ലെങ്കിൽ ശാന്തിപുരം അവിടെ കണ്ട് ഇറങ്ങിയിട്ടാണ് ഈ മുകളിലേക്ക് കയറിപ്പോണ്ടത്. നടന്ന് കയറി ചെല്ലുന്നു. അവിടെ ചെന്ന് അന്നത്തെ ദിവസം അല്ലെ 2-3 ദിവസം അവിടെ താമസിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അവധിക്കാലവും കൂടെ ആയിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നു. ഏപ്രിൽ മെയ് മാസമായിരുന്നു. ക്ലാസ്സിൻ്റെ പ്രശ്നങ്ങളില്ലായിരുന്നു എന്നാണ് ഓർമ്മ. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ 3-4 ദിവസം അവിടെ താമസിക്കാം. അവിടെ ഭയങ്കര തണുപ്പാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ മരം ഇട്ട് കത്തിക്കുക, അങ്ങനത്തെ ആലയിൽ താമസിക്കുക, ഇതൊക്കെ ഒരു പുതിയ അനുഭവം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങളുടെ അവിടെ ഈ തടി വെട്ടാനായിട്ട് ഇതിൻ്റെ വലിയ മരങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ അളവും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഒരു 45-50 ഇഞ്ചിനൊക്കെ മുകളിൽ വണ്ണം വരുന്ന മരങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പോൾ അത് വെട്ടുമ്പോൾ ഇത് ഏത് ഭാഗത്തേക്ക് വെട്ടിയിടണം എന്നൊക്കെ നോക്കാനായിട്ട് കുറച്ച് പ്രായമുള്ള ആലിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു കാക്കായ ഉണ്ടായിരുന്നു. അദ്ദേഹം ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക മറ്റ് വെട്ടുന്ന പണിക്കാർക്ക്. അദ്ദേഹം പോയി മട വെക്കുക എന്ന് പറഞ്ഞിട്ട് ഏത് വശത്തേക്കാണോ മരം മറിച്ചിടേണ്ടത് അവിടെ കുറച്ച് ഭാഗം പുള്ളി കൊത്തി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് മറ്റ് പണിക്കാർ പോയിട്ട് അവിടുന്ന് മടയുണ്ടാക്കി ആ ഭാഗത്തേക്ക് മരം വീഴിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഏതായാലും സ്കൂളിലൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഏതായാലും ഇവിടെ വന്ന് നിൽക്കുകയല്ലേ, നമുക്കിന്നൊരു പായസം വെച്ച് കൊടുക്കാം എന്നും പറഞ്ഞിട്ട് എന്നെയും കൂട്ടി മറ്റു പണിക്കാരെ കൂട്ടി ഞങ്ങൾ ചേളാങ്കൊച്ചി എന്ന് പറയുന്ന ടൗണിൽ പോയി സാധനമൊക്കെ വാങ്ങി വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. വന്നു രാത്രിയിൽ പായസമൊക്കെ വെച്ച് കഴിച്ച് അവിടെ കിടന്നു. അങ്ങനെ നാളുകളെടുത്താണ് അവിടുത്തെ തടി വെട്ടി തീർത്ത് ഇറങ്ങിപ്പോരുന്നത്.